ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കടുപ്പമല്ല കണക്ക്. കടുപ്പമല്ല കണക്കിൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മുൻപ് കേരള PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മാത്സിലെ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളുമാണ്. നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ആ ചോദ്യങ്ങളെന്നും എങ്ങനെ അവയുടെ ഉത്തരത്തിലേക്ക് എത്താമെന്നും. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. എ സം ഓഫ് മണി പ്ലേസ്ഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 7 years. ഇറ്റ് വിൽ എമൗണ്ട് ടു 8 times ഇറ്റ് സെൽഫ് ഇൻ ഓപ്ഷൻ എ 14 years, ഓപ്ഷൻ ബി 21 years, ഓപ്ഷൻ സി 28 years, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമ്മൾ ഒരു പർട്ടിക്കുലറായിട്ടൊരു തുക ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എന്ന് വിചാരിക്കുക. ആ തുക 7 വർഷങ്ങൾ കൊണ്ട് നമ്മൾ എത്രയാണോ നിക്ഷേപിച്ചത് അതിൻ്റെ ഇരട്ടിയാകുമെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ തുക 8 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. ചോദ്യത്തിൽ 2 ഇരട്ടി ആകാൻ എത്ര വർഷമെടുക്കുമെന്ന് പറയുന്നു, 7 വർഷമാണ് എടുക്കുന്നത് എന്ന് പറയുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8 ഇരട്ടിയാക്കാൻ എത്ര വർഷം എടുക്കും എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരത്തിൽ ഒരു ചോദ്യം നമുക്ക് ലഭ്യമാക്കുമ്പോൾ നമ്മൾ ആദ്യം ഞാനിപ്പോൾ എഴുതിയ പോലെ എഴുതുക. എന്താണ്? 2 ഇരട്ടിയാകാൻ 7 വർഷമെടുക്കും, 8 ഇരട്ടിയാകാൻ എത്ര വർഷമെടുക്കും എന്ന രീതിയിൽ എഴുതുക. തുടർന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു വർഷത്തിന് നേരെയുള്ള ഈ ഒരു 8 ഇരട്ടി എന്ന ഇതിനെ ഇവിടെ 2 ഇരട്ടി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 8 ഇരട്ടീനെ 2ൻ്റെ പവറിലേക്ക് കൊണ്ടുവരണം. അതായത് 2 ക്യൂബ് എന്ന് നമുക്ക് എഴുതാം. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 8 തന്നെയാണ്. തുടർന്ന് ഈ 3യും 2ൻ്റെ പവറായിട്ടുള്ള ഈ 3യും ഇവിടെ നമുക്ക് ആദ്യം ആ 2 ഇരട്ടി ആകാനെടുത്ത ആ വർഷവും തമ്മിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താം. അതായത് 21 വർഷമെടുക്കും 8 ഇരട്ടിയാകാൻ. നമ്മൾ ആ നിക്ഷേപിച്ച തുക 8 ഇരട്ടിയാകാൻ എത്ര വർഷമെടുക്കും? അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കും 21 വർഷം എടുക്കുമെന്ന്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ചോദ്യം കാണുമ്പോൾ ഒരു പാടായ ചോദ്യമാണ്. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം, പിന്നീട് എപ്പോൾ ചോദിച്ചാലും വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി വിചാരിക്കുന്നു. അതായത് 2 ഇരട്ടിയാകാൻ 7 വർഷം എടുക്കുന്നു. ചോദ്യം 8 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ്. ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ 2 നൽകിയത് കൊണ്ട് തന്നെ നമ്മളിവിടെ 8നെ എന്താക്കണം? 2ൻ്റെ പവറിലോട്ട് കൊണ്ടുവരണം. അതായത് 2 ക്യൂബ് എന്ന് എഴുതി. അതിൽ 2ൻ്റെ പവറായി ഈ 3നെ 2 ഇരട്ടിയാകാൻ വേണ്ടി എടുത്ത വർഷവുമായിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നത് 8 ഇരട്ടിയാകാൻ വേണ്ടി എടുക്കുന്ന വർഷമാണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമുക്കിവിടെ ഓപ്ഷൻ ബി എന്ന ഉത്തരമായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു തരത്തിൽ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു തരത്തിൽ തന്നെയാണ് PSC എപ്പോഴും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി ഫോളോ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തുകയും ചെയ്യാം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. എ മാൻ സോൾഡ് ഹോഴ്സസ് ഫോർ ₹916 each. On one he gains 20% and on another he loses 20%. How much does he gain or lose in the whole transaction? ഒരു വ്യക്തി 960 രൂപയ്ക്ക് 2 കുതിരകൾ കൊടുക്കുമ്പോൾ ഒരു കുതിരയ്ക്ക് 20% ലാഭവും മറ്റൊരു കുതിരയ്ക്ക് 20% നഷ്ടവുമാണ് ഉണ്ടായതെങ്കിൽ ആ എൻ്റയർ ട്രാൻസാക്ഷൻ എടുത്താൽ അദ്ദേഹത്തിന് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ അത് എത്ര ശതമാനം? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കൈവശം 2 കുതിരകളുണ്ട്. അതിനെ നമ്മൾ H1 എന്നും H2 എന്നും എടുക്കുക. ഈ 2 കുതിരകളെ അദ്ദേഹം വിൽക്കുന്നു. അതായത് ഇവിടെ സെല്ലിംഗ് പ്രൈസാണ് നമുക്കറിയുക. 960 രൂപ എന്ന സെല്ലിംഗ് പ്രൈസ്, വിറ്റ വിലയാണ് നമുക്ക് അറിയുന്നത്. നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ കുതിരകൾക്ക് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഈ കുതിരകളെ മേടിക്കാൻ വേണ്ടി ഈ പറഞ്ഞ വ്യക്തിക്ക് എത്ര രൂപ ചിലവായി എന്നത് കണ്ടുപിടിക്കണം. അദ്ദേഹത്തിന് ചിലവായ തുകയിൽ കൂടുതലാണോ കുറവാണോ കിട്ടിയത് എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ ആ ഒരു എൻ്റയർ ട്രാൻസാക്ഷനിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ലിങ്കിങ് ഫാക്റ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനം ലാഭം കിട്ടി അല്ലെങ്കിൽ എത്ര ശതമാനം നഷ്ടമുണ്ടായി എന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ കുതിരയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 960 രൂപയ്ക്ക് വിൽക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് ലാഭമാണ് 20%. രണ്ടാമത്തെ കുതിരയുടെ കേസ് എടുത്താൽ 960 രൂപയ്ക്ക് വിൽക്കപ്പെടുമ്പോൾ അവിടെ 20% നഷ്ടമാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തിക്ക് 100%, അതായത് ഒരു കുതിരയുടെ വിലയുടെ 100% എന്ന് പറഞ്ഞാൽ ആ കുതിരയ്ക്ക് എത്ര രൂപയാണോ ചിലവായത് അത് തന്നെയാണ് ആ കുതിരയുടെ 100% വില എന്ന് പറയുക. ഈ 100% വിലയോട് 20% കൂടിയാൽ അദ്ദേഹത്തിന് 20% ലാഭം കിട്ടിയെന്നർത്ഥം. 20% കുറഞ്ഞാൽ അദ്ദേഹത്തിന് 20% നഷ്ടം കിട്ടി എന്നർത്ഥം. ആ ഒരു കൺസെപ്റ്റിൽ നിന്നും നമുക്ക് ഇവിടെ 960 എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ കുതിര ആ വിറ്റ വില എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പറയുന്നു 20% ഗെയിനാണെന്ന്. അതായത് ഇവിടെ കോസ്റ്റ് പ്രൈസിൻ്റെ 120% ഹോഴ്സ് 1ൻ്റെ വിറ്റപ്പോൾ കിട്ടിയ 960 രൂപ എന്ന് പറയുന്നത്. അതായത് 100% എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് പ്രൈസാണ്, അതിൻ്റെ കൂടെ ഗെയിനായിട്ടൊരു 20% കൂടി കിട്ടി, അപ്പോൾ 120%. അതാണ് ഈ 960 എന്ന് പറയുന്നത്. ഏതിൻ്റെ കേസിൽ? ഹോഴ്സ് 1ൻ്റെ കേസിൽ, ആദ്യത്തെ കുതിരയുടെ കേസിൽ. ഇനി നമ്മൾ രണ്ടാമത്തെ കുതിരയെ എടുക്കുകയാണെങ്കിൽ അവിടെ കോസ്റ്റ് പ്രൈസിൻ്റെ 80% 960 എന്ന് പറയുന്നത്. അതായത് 20% അവിടെ എന്താണ്? നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ആ 100%-ൽ നിന്നും 20 കുറച്ചാൽ കിട്ടുന്ന 80% ഇപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള 960 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ 80% 960. ഇവിടെ കോസ്റ്റ് പ്രൈസിൻ്റെ 120% 960. ഇതിൽ നിന്നും നമുക്ക് രണ്ട് കുതിരകളുടെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ 960 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ 120% ആയതിനാൽ അതിൻ്റെ 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈ 960 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ 80% അതിനാൽ 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ലഭിക്കുക? ആ കുതിരയുടെ ചിലവായ തുക, അല്ലെങ്കിൽ ആ കുതിര അദ്ദേഹം എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്ന വില കിട്ടും, അതായത് കോസ്റ്റ് പ്രൈസ് കിട്ടും. നമുക്ക് ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് എപ്പോഴും കോസ്റ്റ് പ്രൈസിൽ നിന്നാണ്. അപ്പോൾ ആ കോസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര ശതമാനം ലാഭമാണോ അല്ലെങ്കിൽ എത്ര ശതമാനം നഷ്ടമാണോ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 960 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? ഇവിടെ നമുക്ക് 800 എന്ന് കിട്ടും. അതായത് ഒന്നാമത്തെ കുതിരയ്ക്ക് അദ്ദേഹത്തിന് ചിലവായ തുക 800 രൂപയാണ്, വിറ്റത് 960 രൂപയ്ക്ക്. അവിടെ ഒരു ലാഭം സംഭവിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 8 വെച്ച് പോയി കഴിഞ്ഞാൽ 12 വരും. 1200 രൂപയാണ് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്. അതായത് 1200 രൂപയ്ക്കാണ് അദ്ദേഹം ആ കുതിരയെ മേടിച്ചിരുന്നത്, പക്ഷേ വിറ്റത് 960 രൂപയ്ക്കാണ്. നഷ്ടം സംഭവിച്ചു. ഇവിടെ ടോട്ടൽ ഈ രണ്ട് തുകകളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടോട്ടൽ എത്ര ചിലവായി എന്ന് നമുക്ക് ലഭിക്കും. 1200-ഉം 800-ഉം കൂട്ടിയാൽ 2000 രൂപ അദ്ദേഹത്തിന് രണ്ട് കുതിരകൾക്കായിട്ട് ചിലവായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിറ്റപ്പോൾ എത്ര രൂപ കിട്ടി എന്ന് നോക്കാം. 960 പ്ലസ് 960 ചെയ്താൽ മതി. നമുക്കവിടെ 1920 രൂപ എന്ന് കിട്ടും. 2000 രൂപയ്ക്ക് ടോട്ടൽ അദ്ദേഹത്തിന് ചിലവായ സ്ഥാനത്ത് കിട്ടിയത് വെറും 1920 രൂപയാണ്. ഈ ഡിഫറൻസ് 2000-ഉം 1920-ഉം തമ്മിലുള്ള ഡിഫറൻസായ 80 രൂപയാണ് അദ്ദേഹത്തിന് വന്ന നഷ്ടം. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഒരു ലോസ് ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുക? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ചെയ്യുക. നഷ്ടമാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, അതായത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് സംഖ്യ കിട്ടണത് എപ്പോഴാണ്? കോസ്റ്റ് പ്രൈസ് വലുതുമാണ്, സെല്ലിംഗ് പ്രൈസ് ചെറുതുമാണ്. സ്വാഭാവികമായിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ചിലവ് വന്നത് 2000 രൂപ, കിട്ടിയത് വരും 1920 രൂപ. അപ്പോൾ അവിടെ നഷ്ടം വന്നിരിക്കുന്നു 80 രൂപ. അപ്പോൾ എൻ്റെയായിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷനിൽ അവിടെ ഒരു നഷ്ടം സംഭവിച്ചു.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജിലാണ്. അപ്പോൾ ഈ 80 രൂപ എന്ന് പറയുന്നത് 2000-ൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ ഫൈനൽ ആൻസറിലേക്ക് എത്താവുന്നതാണ്. അതായത് 80 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100 ചെയ്താൽ മതി. നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ 4% നഷ്ടം എന്ന് നമുക്കവിടെ കിട്ടുന്നു. എത്ര ശതമാനമാണ് നഷ്ടമെന്ന് കിട്ടുന്നത്? 4% നഷ്ടം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ 2 കുതിരകളുണ്ട്, ഹോഴ്സ് 1, ഹോഴ്സ് 2. അവയുടെ സെല്ലിംഗ് പ്രൈസാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു 960 എന്ന്. നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ കോസ്റ്റ് പ്രൈസ് അറിയണം. കോസ്റ്റ് പ്രൈസിലേക്ക് എത്തുവാൻ വേണ്ടി തന്നിരിക്കുന്ന ലെങ്കിൻ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുതിര 70% ലാഭത്തിലും മറ്റൊരു കുതിര 20% നഷ്ടത്തിലുമാണ് വിറ്റതെന്ന് പറയുന്നു. ആ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന 960 ഒന്നാമത്തെ കുതിരയുടെ കേസിൽ കോസ്റ്റ് പ്രൈസിൻ്റെ 120% രണ്ടാമത്തെ കുതിരയുടെ കേസിൽ 960 കോസ്റ്റ് പ്രൈസിൻ്റെ 80% എന്നതും നമുക്ക് അതിൽ നിന്നും ആ നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതിൽ നിന്നും നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ഒന്നാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് 800 രൂപയെന്നും രണ്ടാമത്തെ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് 1200 രൂപ എന്നും കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടോട്ടൽ അവിടെ വന്ന ചിലവ് 2000 രൂപ എന്ന് കിട്ടും. പക്ഷേ ഈ കുതിരയെ വിറ്റപ്പോൾ അദ്ദേഹത്തിന് ടോട്ടൽ വന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ 2 തുകകളും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന 1920 ആണ്. ഈ സെല്ലിംഗ് പ്രൈസും ഈ കോസ്റ്റ് പ്രൈസും കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവാം അവിടെ ഒരു നഷ്ടം സംഭവിച്ചു. ആ നഷ്ടം 80 രൂപയാണ്. നമ്മളെപ്പോഴും നഷ്ടമാണോ ലാഭമാണോ എന്ന് നോക്കുക നമുക്ക് ചിലവായ തുകയിൽ നിന്നാണ്. അപ്പോൾ ഈ 80 എന്ന് പറയുന്നത് 2000-ൻ്റെ എത്ര ശതമാനമാണ് എന്ന് നോക്കിയാൽ മതി. അതായത് 80 ഡിവൈഡ് ബൈ 2000 ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്ന 4% എന്നതാണ് അവിടെ വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത്. ആ എൻ്റെ ട്രാൻസാക്ഷൻ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന നഷ്ടം എത്രയാണ്? 4%. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം ഇതാണ്. എ നമ്പർ 1 ഡിവൈഡഡ് ബൈ 361 ലീവ്സ് റിമൈൻഡർ 43. By dividing the same number by 19, the remainder obtained by ഏതോ ഒരു പർട്ടിക്കുലറായിട്ടൊരു നമ്പറിനെ 360 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് 43 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ നമ്പറിനെ തന്നെ 19 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടുമെന്നാണ് ചോദ്യം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഉത്തരത്തിലേക്ക് എത്തുവാൻ വളരെ സിമ്പിളാണ്. ആദ്യ കേസിൽ എത്രയാണോ റിമൈൻഡർ കിട്ടിയിരിക്കുന്നത് അതിനെ ജസ്റ്റ് ഈ 19 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ അവിടെ എത്ര റിമൈൻഡർ കിട്ടുന്നുവോ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇവിടെ ഒരു നമ്പറിനെ 361 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 43 അവിടെ റിമൈൻഡർ കിട്ടിയത് എന്ന് പറയുന്നു. അതേപോലെ അതേ നമ്പറിനെ തന്നെ 19 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയാണ് നമ്മുടെ റിമൈൻഡർ എന്നാണ് നമ്മുടെ ചോദ്യം. അത്തരത്തിലൊരു ചോദ്യം ലഭിക്കുമ്പോൾ ജസ്റ്റ് ഈ 43/19 ചെയ്യുക. അവിടെ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടുകയോ അതാണ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരിക. 43/19 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ റിമൈൻഡർ കിട്ടുക 5 എന്നതാണ്. നമുക്കവിടെ എന്ത് കിട്ടുക? റിമൈൻഡർ കിട്ടുക. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നതും 5 ആണ്. അതായത് ഈ ഒരു നമ്പറിനെ 19 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡറായിട്ട് വരിക 5 ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാനും പറ്റും. നമ്മുടെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു നമ്പറിനെ 361 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 43 റിമൈൻഡർ കിട്ടിയെങ്കിൽ അതേ നമ്പറിനെ 19 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ കിട്ടുമെന്നതാണ് ചോദ്യം. നമുക്ക് ഇത്തരത്തിലൊരു ചോദ്യം ലഭിക്കുമ്പോൾ ഇവിടെ കിട്ടിയ ഈ റിമൈൻഡറിനെ ഈ 19 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര റിമൈൻഡർ കിട്ടുമെന്ന് നോക്കിയാൽ അത് തന്നെയാണ് ആ ഒരു നമ്പറിനെ 19 വെച്ച് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിമൈൻഡർ. അപ്പോൾ ഇവിടെ ഉത്തരം 5 എന്നതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫ്രാക്ഷൻ ഈസ് ലാർജസ്റ്റ്? തന്നിരിക്കുന്ന 4 ഓപ്ഷനിലുള്ള 4 ഫ്രാക്ഷനിൽ ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യം നമുക്ക് ആ ഒരു ഓപ്ഷൻ നോക്കി തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും 2 ഓപ്ഷൻ നമ്മൾ എടുക്കുക. തുടർന്ന് ഈ 5ഉം ഈ 7ഉം മൾട്ടിപ്പിൾ ചെയ്യുക. നമുക്ക് 35 എന്ന് കിട്ടും. ഈ 10ഉം ഈ 4ഉം മൾട്ടിപ്പിൾ ചെയ്യുക. 40 എന്ന് കിട്ടും. 35 40 വലുത്? 40 വലുത്. അതായത് 40 വരുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷനാണ് ഈ 2 ഫ്രാക്ഷനുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലുതായിട്ടുള്ളത്. അതായത് 7/10 വലുതാണ് 4/5.
അതിൽ നിന്നും 7/10 നമുക്ക് ഡിലീറ്റ് ചെയ്യുക. നമ്മുടെ കൈവശം ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ 4/5 വലുതായിട്ടുള്ളത്. തുടർന്ന് ഈ 4/5 നമ്മുടെ ഓപ്ഷൻ സി ആയ 5/7 തമ്മിൽ കമ്പയർ ചെയ്യുക. 5 മൾട്ടിപ്ലൈ ചെയ്താൽ 25 കിട്ടും. 4 മൾട്ടിപ്ലൈ ചെയ്താൽ 28 കിട്ടും. ഇതിൽ വലുത് 28 ആയതിനാൽ 5/7 നമുക്ക് ഡിലീറ്റ് ചെയ്യാം. തുടർന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈവശമുള്ളത് 4/5. തുടർന്ന് അവശേഷിക്കുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ്. ഈ 4/5 ഡി ഓപ്ഷനായ 5/6 കൂടി നമ്മൾ കമ്പയർ ചെയ്യുക. 6ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 24, 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 25. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇവിടെ 25 വലുതായതിനാൽ ഈ ഒരു ടോട്ടൽ എയും ബിയും സിയും ഡിയും എന്ന ഈ എല്ലാ ഓപ്ഷനുകളും എടുത്തു കഴിഞ്ഞപ്പോൾ അതിലേറ്റവും വലുതായിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 5/6 എന്നതിലേക്ക് എത്തിച്ചേരുകയും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്നതിലേക്ക് എത്തിച്ചേരുകയും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ്. ഈ ഒരു ലോജിക്കൊക്കെ നമുക്ക് അറിയാമെങ്കിൽ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക 5/6, അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും 2 ഓപ്ഷനുകൾ എടുക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലിയ ഫ്രാക്ഷനാണ് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ 2 ഓപ്ഷനുകൾ എടുത്ത് 5ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 35, തുടർന്ന് 10ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 40. അതിൽ വലുത് 40 ആയതിനാൽ ഈ ഒരു ഓപ്ഷനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. നമ്മുടെ കൈവശം 4/5 ഇനിയുള്ളത്. തുടർന്ന് ഓപ്ഷൻ സിയും 4/5 കൂടി കമ്പയർ ചെയ്യുന്നു. 5ഉം മൾട്ടിപ്ലൈ ചെയ്ത് 25, 7ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്ത് 28. ഇതിൽ വലുത് 28, അതായത് ഓപ്ഷൻ സിയും അവിടെ എന്ത് ചെയ്തു, ഡിലീറ്റ് ആക്കി. ഈ 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈവശം വലിയ ഫ്രാക്ഷനായ 4/5 ഉണ്ട്. അവശേഷിക്കുന്ന ഓപ്ഷൻ ഡി ആയ 5/6 ഉണ്ട്. ഇനി കമ്പയർ ചെയ്യുന്നത് 4/5ഉം 5/6 തമ്മിലാണ്. അപ്പോൾ നമ്മളിവിടെ 6ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്ത് 24, 5ഉം മൾട്ടിപ്ലൈ ചെയ്ത് 25. വലുത് 25. അങ്ങനെ ഫൈനൽ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ 5/6 എന്ന ഫ്രാക്ഷനാണ് വലുത് എന്നതിലേക്ക് എത്തിച്ചേരുകയും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്നതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. If the 11th day of the month having 31 days is a Saturday, which of the following days will occur 5 times in that month? എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഒരു മാസത്തിലെ 11ാമത്തെ ദിവസമെന്ന് പറയുന്നത് ഒരു ശനിയാഴ്ചയാണ്. ആ മാസത്തിൽ 31 ദിവസമുണ്ട് എന്നതുമാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ലിങ്കിങ് ഫാക്റ്റ്. ചോദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു മാസത്തിൽ 5 ദിവസം വരുന്ന, അതായത് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വരുന്ന ദിവസം ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു കലണ്ടറുമായി അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബേസിക് കാര്യം ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അതായത് കലണ്ടറുമായിട്ടുള്ള ഏതൊരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോഴും ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉത്തരത്തിലെത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേസിക് കാര്യങ്ങൾ അറിയിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ട് ആ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. അതിനുശേഷം ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് ഇവിടെ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് സ്വാഭാവികമായിട്ട് ഒരു മാസത്തിൽ ഒരാഴ്ച എന്ന് പറയുന്നത്. തൊട്ടടുത്ത ആഴ്ച എന്ന് പറയുന്നത് എന്താണ്, 8 മുതൽ 14-ാം തീയതി വരെ 8 മുതൽ 14-ാം തീയതി വരെയാണ് ഒരാഴ്ച. അതായത് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം നീളുന്നതാണ് ഒരാഴ്ച എന്ന് പറയുന്നത്. 1-ാം തീയതി ഏതാണോ ദിവസം അത് 8-ാം തീയതിയും വരും. അതായത് പുതിയൊരു ആഴ്ച തുടങ്ങുമ്പോൾ ആ ആഴ്ചയുടെ ആദ്യത്തെ ദിവസവും തൊട്ട് മുൻപിലുള്ള ആഴ്ചയുടെ ആദ്യത്തെ ദിവസമൊക്കെ എന്താണ്, സെയിം ആണല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. തുടർന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുക, ഏതൊരു മാസത്തിലും 30-ാം തീയതി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ 31-ാം തീയതിയുള്ള മാസവും എടുത്തോട്ടെ, ഈ 2 മാസങ്ങളിലും 29-ാമത്തെ തീയതി എന്ന് പറയുന്നത് ആ ഒരു മാസത്തിലെ 5-ാമത്തെ ആഴ്ച തുടക്കം കുറിക്കുന്നതായിരിക്കും. എന്താണ്, മൊത്തം 30 തീയതികളുള്ള മാസമായിക്കോട്ടെ 31 തീയതികളുള്ള മാസമായിക്കോട്ടെ, 29-ാമത്തെ തീയതി എന്ന് പറയുന്നത് ആ ഒരു മാസത്തിലെ 5-ാമത്തെ ആഴ്ച തുടങ്ങുന്ന തീയതിയായിരിക്കും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇവിടെ 11-ാമത്തെ തീയതി എന്ന് പറയുന്നത് സാറ്റർഡേ ആണെന്ന് തന്നിരിക്കുന്നു.
15-ാമത്തെ തീയതി എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിലെ 3-ാമത്തെ ആഴ്ച തുടക്കപ്പെടുന്ന തീയതിയാണ്. ഈ 15-ാമത്തെ തീയതി ഏതു ദിവസമാണോ ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ അതേ ദിവസം തന്നെയായിരിക്കും 29-ാമത്തെ തീയതിയും. കാരണം 29-ാമത്തെ തീയതി എന്ന് പറയുന്നത് 5-ാമത്തെ ആഴ്ചയുടെ ആദ്യത്തെ ദിവസമാണ്. ഓരോ ആഴ്ചയുടെയും ആദ്യത്തെ ദിവസങ്ങളെല്ലാം തന്നെ ഒരു മാസത്തിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 11-ാമത്തെ തീയതി സാറ്റർഡേ ആയതിനാൽ തന്നെ 12-ാമത്തെ തീയതി എന്ന് പറയുന്നത് ഒരു സൺഡേ ആണെന്നും 13 എന്ന് പറയുന്നത് ഒരു മൺഡേ ആണെന്നും 14 എന്ന് പറയുന്നത് ഒരു ട്യൂസ്ഡേ ആണെന്നും തുടർന്ന് 15 എന്ന് പറയുന്നത് ഒരു വെനസ്ഡേ ആണെന്നും നമുക്ക് കിട്ടും. 15-ാമത്തെ തീയതി ഒരു വെനസ്ഡേ ആയതിനാൽ തന്നെ 29-ാമത്തെ തീയതിയും എന്ത് തന്നെയായിരിക്കും, ഒരു വെനസ്ഡേ ആയിരിക്കും. അതായത് 5-ാമത്തെ ആഴ്ചയുടെ ആദ്യത്തെ തീയതി ആയ 29 എന്ന് പറയുന്നത് 5-ാമത്തെ ആഴ്ച തുടങ്ങുന്ന തീയതിയാണ്. ആ തീയതി ഒരു വെനസ്ഡേ ആണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ഒരു മാസത്തിൽ ബുധനാഴ്ച എന്ന് പറയുന്നത് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അതുപോലെ 30-ാം തീയതിയിൽ ഏത് ദിവസം വരുന്നോ, 31-ാം തീയതിയിൽ ഏത് ദിവസം വരുന്നോ അതെല്ലാം തന്നെ 5 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. 30-ാം തീയതി 29-ാം തീയതി വെനസ്ഡേ ആയതിനാൽ 30-ാം തീയതി ഒരു തേഴ്സ്ഡേ ആയിരിക്കും, 31-ാം തീയതി ഒരു ഫ്രൈഡേ ആയിരിക്കും. അതായത് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്ന ദിവസങ്ങൾ ആ ഒരു മാസത്തിൽ 5 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്ന ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? അതാണ് ഉത്തരം. നമ്മുടെ ഓപ്ഷനിൽ തേഴ്സ്ഡേ ഉണ്ട്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കലണ്ടറിൻ്റെ ആ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. നമ്മൾ ഇത്രമാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു മാസത്തിലെ 29-ാമത്തെ തീയതി എന്ന് പറഞ്ഞാൽ ആ മാസത്തിലെ 5-ാമത്തെ ആഴ്ച തുടങ്ങുന്നതാണെന്ന് ഓർക്കുക. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന 11-ാമത്തെ തീയതി എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആണെന്ന് പറയുന്നു. അതിൽ നിന്നും പെട്ടെന്ന് തന്നെ വേറൊരാഴ്ച തുടങ്ങുന്ന ആ ഒരു തീയതി നമുക്ക് കണ്ടെത്തി ആ ദിവസം ഏതാണെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലെ എല്ലാ ആഴ്ചയും തുടക്കം കുറിക്കുക ഒരേ തീയതിയാണ്, ഒരേ ദിവസമാണ് എന്നതിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇവിടെ 11-ാമത്തത് എന്ന് പറയുന്നത് സാറ്റർഡേ ആയതിനാൽ 15-ാമത്തെ തീയതി എന്ന് പറയുന്നത് എന്താണ്, വെനസ്ഡേ ആണെന്നതിലേക്ക് എത്തുകയും അതൊരു പുതിയ ആഴ്ച തുടങ്ങുന്ന ആദ്യ ദിവസമാണെന്നാണ്. 29-ാമത്തെ തീയതിയും വരുന്നത് വെനസ്ഡേയിലാണെന്നും തുടർന്ന് അതൊരു 5-ാമത്തെ ആഴ്ചയുടെ തുടക്കമായതിനാൽ ആ വെനസ്ഡേ എന്ന് പറയുന്ന ദിവസം ആ ഒരു മാസത്തിൽ 5 തവണ റിപ്പീറ്റ് ചെയ്ത് വരും. അതിനുശേഷം വരുന്ന 30-ാം തീയതിയും 31-ാം തീയതിയും ഉൾപ്പെടുന്ന ദിവസങ്ങളും ആ മാസത്തിൽ 5 ദിവസം എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്ന ദിവസങ്ങൾ ആ ഒരു മാസത്തിൽ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരും. ഈ 3 ദിവസങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഓപ്ഷനിലുണ്ടോ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. വ്യാഴം എന്ന ദിവസമാണ് ആ ഒരു മാസത്തിൽ നമ്മുടെ ഈ ഒരു ചോദ്യപ്രകാരം 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഈ ലോജിക്കൊക്കെ നമുക്ക് അറിയാമെങ്കിൽ, അതായത് ഈ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി വിചാരിക്കുന്നു. നമുക്കിനി ഒരു അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. 26, 63, 124 തുടർന്ന് ഒരു നമ്പർ അവിടെ മിസ്സായിട്ടുണ്ട്, 342. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എന്ത് നമ്പറാണ് വരിക എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു സീരീസാണ്. ആ സീരീസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം ആ ഒരു സീരീസിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവണം. ഈ ഒരു സീരീസിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ക്യൂബ് മൈനസ് 1 ചെയ്യുന്നു, ഇവിടെ 4 ക്യൂബ് മൈനസ് 1, ഇവിടെ 5 ക്യൂബ് മൈനസ് 1, ഇത് 7 ക്യൂബ് മൈനസ് 1. അതായത് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സീരീസ് അത് ഏത് രീതിയിലാണ് പോകുന്നത്, ആ നാച്ചുറൽ നമ്പറിൻ്റെ ക്യൂബ് എടുത്തിട്ട് ഒന്ന് കുറയ്ക്കുന്നു. ഈ ഒരു നിഗമനത്തിൽ നിന്നും സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗത്ത് ഏത് വരണം, 6 ക്യൂബ് മൈനസ് 1 ആണ്. അതായത് 216 എന്നതാണ് 6 ക്യൂബ് മൈനസ് 1 ചെയ്താൽ 215 എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമുക്ക് ആ ലോജിക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ട് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു സീരീസ് ഒക്കെ ലഭിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ക്യൂബുകളുടെ വാല്യൂ ആണ്. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പഠിച്ചു വെക്കുക. കാരണം ക്യൂബുകളുടെ വാല്യൂ അറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് 26, 63, 124, 342 എന്നൊക്കെ എങ്ങനെയാണ് എഴുതിയത് എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലെത്താൻ പറ്റില്ല. പക്ഷേ ക്യൂബുകളുടെ വാല്യൂ നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ക്യൂബിനോട് 1 കുറച്ചപ്പോഴാണ് 26 കിട്ടിയെന്നും 4 ക്യൂബിനോട് 1 കുറച്ചപ്പോൾ 63 കിട്ടിയെന്നും ഒക്കെ
വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്യൂബുകളുടെ വാല്യൂ പഠിച്ചു വെക്കുക. മിനിമം 1 മുതൽ 10 വരെയെങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യനുകൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ എപ്പോഴെല്ലാമാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അതൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ് കണ്ടതിൽ വളരെയധികം സന്തോഷം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.